സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള സ്വാശ്രയബോധം, സ്വാശ്രയത്വം നിങ്ങൾക്കുണ്ടോ? ഈ രോഗം വരുമ്പോൾ ചികിത്സ അന്വേഷിച്ചു പോകുന്ന ഒരു ആരോഗ്യബോധമാണ് നിങ്ങൾക്കുള്ളത്? അത് രോഗബോധമാണ്. നമുക്ക് നോക്കാം. ഹെൽത്ത് സെൽഫ്-റിലയൻസ് ബിൽഡ് സ്റ്റേബിലിറ്റി, കോൺഫിഡൻസ് ആൻഡ് സസ്റ്റൈനബിൾ ലിവിംഗ്. ആരോഗ്യ സ്വാശ്രയത്വം. ആരോഗ്യ സ്വാശ്രയത്വം എന്നത് ശരീരവും മനസ്സും പ്രകൃതിയും തമ്മിലുള്ള ഏകീകരിച്ച ബന്ധത്തെ മനസ്സിലാക്കി രോഗം വന്നാൽ മാത്രം ചികിത്സ തേടുന്ന സമീപനം വിട്ട് ആരോഗ്യത്തെ സ്വയം സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുവാനുള്ള ശേഷിയാണ്. ഇത് വൈദ്യസഹായത്തെ നിരാകരിക്കലല്ല, അനാവശ്യ ആശ്രയത്വം കുറച്ച് പ്രകൃതി നിയമങ്ങളോട് ചേർന്ന് ജീവിക്കലാണ്. ശുദ്ധമായ ആഹാരം, ശുദ്ധജലം, ശുദ്ധവായു, സൂര്യപ്രകാശം, മിതമായ ചലനം, മതിയായ വിശ്രമം, മാനസിക സന്തുലിതാവസ്ഥ, ആരോഗ്യബോധം, പ്രാദേശിക വിഭവജ്ഞാനം, പാരമ്പര്യ ചികിത്സാജ്ഞാനം, സാമൂഹിക വിനിമയം, ആത്മീയ ദിശാബോധം എന്നിവയാണ് ഇതിലെ ഘടകങ്ങൾ. സ്വാധ്യായം, സത്സംഗം, ലളിത ജീവിതം, താളാത്മക ജീവിതക്രമം, ശ്വാസ നിയന്ത്രണം, ധ്യാനം, സ്വയം പരിശോധന എന്നിവ വഴി ഇത് നേടാം. ഇതിലൂടെ ഭയവും അന്ധ ആശ്രയത്വവും കുറയും, പ്രതിസന്ധികളിൽ സ്ഥിരത ലഭിക്കും, ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആരോഗ്യ സ്വാശ്രയത്വം വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സുസ്ഥിരതയിലേക്ക് നയിക്കുന്നു. ആരോഗ്യത്തെ സ്വായത്തമാക്കുന്നവർക്കാണ് ജീവിതത്തെ സമഗ്രമായി രൂപകൽപ്പന ചെയ്യാൻ കഴിയുക. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ആരോഗ്യ സ്വാശ്രയത്വം. സ്വാശ്രയത്വം എന്നുള്ള പരമ്പരയിൽ സത്യത്തിൽ ശാരീരിക സ്വാശ്രയത്വം നിലനിർത്തണമെങ്കിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആരോഗ്യ സ്വാശ്രയത്വം. നമുക്ക് ജനിച്ച കാലം മുതൽ ഈ ഡോക്ടർ, വൈദ്യം, മരുന്ന് തുടങ്ങിയ കാര്യങ്ങളിലൂടെ കടന്നുപോയ പരിചയമാണുള്ളത്. കാരണം നമ്മളിൽ മിക്കവരും ആശുപത്രിയിലാണ് ജനിച്ചത്. ആദ്യമേ കണ്ടത് അമ്മയെയല്ല, ആശുപത്രിയാണ്. ഈ ആശുപത്രിയിലെ മരുന്ന് കൊണ്ടുവരുന്ന ആളുകള്, മരുന്നുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ട് ആണ് നമ്മൾ ലോകത്തെ പരിചയിച്ചത്. പിന്നീട് ഈ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഓരോ തവണയും നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ വീട്ടുകാർ ഓടിപ്പോകും ആശുപത്രിയിലേക്ക്. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും മാറി മരുന്നിൽ നിന്നും മാറിയിട്ടുള്ള ഒരു ജീവിതം നമുക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ ചുരുക്കം ആളുകൾക്കാണ് ഈ ആരോഗ്യം എന്നുള്ളത് ആണ് മുഖ്യം എന്നുള്ളത് അറിയാം. മിക്കവർക്കും രോഗമാണ് മുഖ്യം. ഇപ്പോ നമ്മൾ ആവർത്തിച്ച് ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. എനിക്ക് പനി വന്നോ, അല്ലെങ്കിൽ എനിക്ക് ഷുഗർ കൂടിയോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയോ, BP കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അങ്ങനെ വേണമെന്നാണ് ആധുനിക വൈദ്യം പറയുന്നത്. അതിലെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം രോഗമുണ്ടോ എന്നുള്ളതാണ്. അതിനെ രോഗബോധം എന്ന് പറയാം. രോഗബോധം ഉണ്ടായാൽ നമുക്ക് എന്താ ഉണ്ടാവുക? രോഗമാണ് ഉണ്ടാവുക. നമുക്ക് വേണ്ടത് ആരോഗ്യബോധമാണ്. ഈ ആരോഗ്യബോധമുള്ളവരെ സംബന്ധിച്ചോളം ഈ ആശുപത്രി, മരുന്ന് തുടങ്ങിയ സങ്കേതങ്ങൾ ജീവിതത്തിൽ നിന്നും ദൂരെ നിർത്താൻ കഴിയും. നമ്മൾ ആധുനിക കാലത്ത് അപകടം വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഈ എല്ലൊക്കെ പൊടിഞ്ഞു കഴിഞ്ഞാൽ, ആധുനിക ഉപകരണങ്ങൾ വളരെ വലുതാണ്, വളരെ വേഗമേറിയത് ആണ്. അതുകൊണ്ട് തന്നെ എല്ലുകൾ പൊടിയാനുള്ള സാധ്യത, ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള സങ്കേതങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത്തരം സങ്കേതങ്ങൾ ആവശ്യമുള്ളപ്പോ അത് കിട്ടുന്നത് ആധുനിക വൈദ്യശാസ്ത്രശാലകളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ നിരാകരിക്കാൻ കഴിയില്ല. പക്ഷേ സാധാരണ രീതിയിൽ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒന്നാണ്. നമ്മളാണത് സംരക്ഷിക്കേണ്ടത്. അത് ഒരിക്കലും മറ്റൊരു ഏജൻസിക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സപ്പോർട്ട് ഇല്ലാതെ സ്വയം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളപ്പോഴാണ് സ്വാശ്രയത്വം എന്ന് പറയുക. അങ്ങനെ നാം നിർബന്ധമായും സ്വയം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വ്യവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതൊരിക്കലും മറ്റൊരു ഏജൻസിയുടെ ഉത്തരവാദിത്തമല്ല. അപ്പോ ആരോഗ്യ സ്വാശ്രയത്വം എന്നത് ശരീരം, മനസ്സ്, പ്രകൃതി ഇവ തമ്മിലുള്ള ഏകീകരിച്ച ബന്ധത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് നടപ്പിലാക്കാൻ കഴിയുക.
വന്നാൽ ചികിത്സ തേടുന്ന സമീപനമുണ്ടല്ലോ, അതിനെ വിട്ടിട്ട് രോഗം വന്നാൽ ഉടനെ ചികിത്സ തേടി നമ്മൾ വൈദ്യന്റെ അടുത്തേക്ക് ഓടുന്നത് വിട്ടിട്ട് ആരോഗ്യത്തെ സ്വയം സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യാനുള്ള ശേഷിയാണ് ശരിക്കും പറഞ്ഞ ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ഈ ഡോക്ടർ, വൈദ്യൻ, വൈദ്യശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ നിരാകരിക്കാനാണ് എന്ന് കരുതണ്ട. അത്യാവശ്യം വന്നാൽ അങ്ങോട്ട് പോകണം. പക്ഷെ അത്യാവശ്യം വരുന്നുണ്ടോ? അത്യാവശ്യമാണോ? ആവശ്യം തന്നെയാണോ? വളരെ അത്യാവശ്യം വരുന്ന ചില ഘട്ടങ്ങൾ ഞാൻ പറഞ്ഞു, എല്ല് പൊടിയുക, എല്ലാം ഒടിയുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാടൻ ചികിത്സകളുണ്ട്. പക്ഷെ നാടൻ ചികിത്സ കൊണ്ട് ചിലപ്പോൾ എല്ലാം നിവർത്തിക്കാൻ കഴിയില്ല. ഇപ്പൊ മുട്ടൊക്കെ വെവ്വേറെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതെല്ലാം തിരിച്ച് പഴയ പോലെ ആക്കി ചെയ്യണമെങ്കിൽ ശസ്ത്രക്രിയ കൃത്യമായിട്ട് അറിയുന്ന സാങ്കേതിക വിദഗ്ധരും അതിനുള്ള സാങ്കേതിക സംവിധാനവും വേണ്ടിവരും. അപ്പൊ അത് ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ വൈദ്യ സഹായത്തെ നിരാകരിക്കലല്ല നമ്മൾ ഈ പറഞ്ഞ ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. അനാവശ്യ ആശ്രയത്വം കുറച്ച് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കലാണ്. കാരണം പ്രകൃതിയിലെ നിയമങ്ങൾക്കനുസരിച്ചാണ് ശരീരം ഉണ്ടായിട്ടുള്ളത്. പ്രകൃതിയിലെ നിയമങ്ങൾക്കനുസരിച്ചാണ് ശരീരത്തിന് അസുഖം ഉണ്ടാകുന്നത്. പ്രകൃതിയിലെ നിയമങ്ങൾക്കനുസരിച്ചാണ് അസുഖം വന്നാൽ ഭേദമാകുന്നത്. അപ്പോ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഭേദമാക്കാനുള്ള, ശമിപ്പിക്കാനുള്ള മാർഗങ്ങളും പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക. അത് ആര് ചികിത്സിച്ചാലും, ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും അത് പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചാണ്. അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഇതിലെ ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. ശുദ്ധമായ ആഹാരം, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആരോഗ്യത്തെക്കുറിച്ചൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ഉള്ള പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത്തരം അറിവാണ്, അതിന്റെ പ്രയോഗമാണ് ആരോഗ്യ സ്വാശ്രയത്വം എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോ ശുദ്ധമായ ആഹാരം, ശുദ്ധമായ ജലം, ശുദ്ധവായു, സൂര്യപ്രകാശം, മിതമായ ചലനം, മതിയായ വിശ്രമം, മാനസിക സന്തുലിതാവസ്ഥ, പിന്നെ എന്നുള്ളതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യം നിലനിർത്താൻ കഴിയുക എന്നുള്ളത് നമ്മളത് മുൻ പഠനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് മാത്രം മതിയാകുമോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രോഗബോധത്തിനു പകരം ആരോഗ്യബോധം വേണം. ഞാൻ ആരോഗ്യമായിരിക്കുന്നു എന്നുള്ള അറിവും ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള തിരിച്ചറിവും ആരോഗ്യത്തെ അറ്റൻഡ് ചെയ്തിരിക്കാനുള്ള കോൺഷ്യസ്നെസ്സും വേണം. എന്തിനാണ് ആരോഗ്യത്തെ അറ്റൻഡ് ചെയ്യുന്നത്? ഞാൻ റോഡിൽ നോക്കിയിരിക്കുമ്പോഴാണ് റോഡിൽ നിന്ന് വഴിമാറിയ വണ്ടിയെ റോഡിൽ നിന്നും വണ്ടി വഴിമാറിയോ എന്ന് എനിക്കറിയാം. വഴിമാറിയ വണ്ടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക റോഡിനെ കുറിച്ച് ബോധം ഉണ്ടാവുമ്പോഴാണ്, അല്ലെ? ആരോഗ്യത്തെ കുറിച്ച് ബോധമുള്ളപ്പോഴാണ് നമ്മൾ അതിലേക്ക് മാറാൻ കഴിയുക. നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കുണ്ടും കുഴിയും മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ അതിലെല്ലാം കയറ്റിയിറക്കും. അതാണ് രോഗബോധം എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യബോധം എന്നുള്ളത് ആ റോഡിനെ കുറിച്ച്, പോകാനുള്ള വഴിയെക്കുറിച്ചുള്ള ബോധമാണ്. അതിൽ തന്നെ ആയിരിക്കാനുള്ള ശ്രമമാണ്. അതിൽ നിന്നും വഴിമാറിയാൽ തിരികെ കൊണ്ടുവരുവാനുള്ള റെസിലിയൻസിന്റെ ബോധമാണ്. അപ്പൊ അതാണ് ആരോഗ്യബോധം. അപ്പൊ ആരോഗ്യബോധം എന്നുള്ളത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2, പ്രാദേശിക വിഭവജ്ഞാനം. പ്രാദേശിക വിഭവങ്ങളാണ് നമ്മുടെ തൽക്ഷണത്തിലുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ആ പ്രാദേശിക വിഭവത്തെക്കുറിച്ചുള്ള അറിവ്, പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണ്, ഈ കാലത്തുള്ള വിഭവങ്ങൾ എന്താണ്, ഇവയാണ് നമ്മൾ ഭക്ഷിക്കേണ്ടതും ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ്. 2, അടുത്തത് പാരമ്പര്യ ചികിത്സാ ജ്ഞാനം. പാരമ്പര്യ ചികിത്സകളുണ്ട്. ഈ പാരമ്പര്യ ചികിത്സകൾ എല്ലാം ട്രയൽ ആൻഡ് എററിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഒരു ചികിത്സ നടത്തിയിട്ട് അത് പിഴവായി പോയി, നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, പ്രാക്ടീസ് ചെയ്തു, അതൊരിക്കലും ഹീൽ ചെയ്യപ്പെട്ടില്ല എന്നുള്ളൊരു പ്രശ്നമില്ല. ഈ പാരമ്പര്യ ചികിത്സകൾ മിക്കതും ട്രയൽ ആൻഡ് എററിലൂടെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിനെല്ലാം തന്നെ അതിൻ്റെതായ ഫലം നൽകാനും കഴിയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. പാരമ്പര്യ ചികിത്സ എന്താണെന്നും അതിൽ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ പറയുന്നു, ആരോഗ്യം മിസ്ലീഡ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് ആരോഗ്യത്തെ പുനഃസ്ഥാപിക്കാൻ ഈ ചികിത്സാശാസ്ത്രം എന്തു ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയണം. ഇപ്പൊ മുത്തശ്ശി വൈദ്യമുണ്ട്, നാട്ടുവൈദ്യമുണ്ട്. ഇത്തരം വൈദ്യങ്ങളിൽ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇപ്പൊ പ്രസവ ശുശ്രൂഷ ഏത് രൂപത്തിൽ ചെയ്യണമെന്ന് പാരമ്പര്യത്തിൽ ഒരു രീതിയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി വന്ന രീതിയാണ് ട്രയൽ ആൻഡ് എററിലൂടെ. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ആ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയും. പിന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള സാമൂഹിക വിനിമയം ഉണ്ടാകണം. ആ സാമൂഹിക വിനിമയം എന്ന് പറയുന്നത് നിങ്ങൾ ഗേറ്റിന്റെ വെളിയിലേക്ക് നിന്നിട്ട് വഴി കൂടെ പോകുന്ന ആളുകളോട് ചോദിക്കുന്നതല്ല. അത് ആരോഗ്യ സത്സംഗങ്ങളിൽ
നിങ്ങൾ ഇടപെടുന്ന സമയത്താണ് അത് ലഭിക്കുക. നിങ്ങൾ അതേസമയം നിങ്ങൾ നിങ്ങളുടെ ബന്ധുവിനോടോ നിങ്ങളുടെ വീട്ടിന്റെ വെളിയിൽ കാണുന്ന ആളുകളോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഉടനെ തന്നെ ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി, അത് പ്രത്യേകിച്ച് US ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, അത്തരമൊരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങളുടെ വീടിന്റെ ആധാരം കൊണ്ട് പോകാനാണ് അവർ പറയുക. അപ്പൊ അതല്ല നമ്മുടെ ആവശ്യം. സാമൂഹ്യ വിനിമയം എന്ന് പറയുന്നത് സത്സംഗത്തിൽ, ആരോഗ്യ സത്സംഗത്തിൽ, പ്രകൃതി ജീവന സമിതികളോ അങ്ങനെയുള്ള സംവിധാനങ്ങളിലുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ ആത്മീയ ദിശാബോധം. നമ്മുടെ ഉള്ളിൽ ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് വേണം. ആ പർപ്പസിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ആത്മീയ ദിശാബോധം എന്നുള്ള കാര്യം നമ്മളിൽ ഉണ്ടാവും. ആ ദിശാബോധം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാവും, നമുക്ക് കൃത്യമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റും. ആരോഗ്യത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഇതാണ്. അപ്പോ ഇത് എല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്വാധ്യായമാണ്. ഞാൻ ആരാ, ഞാൻ എവിടെ, എന്താ എന്നുള്ളത്. ഈ ആത്മീയ ദിശാബോധം ലഭിക്കണമെങ്കിൽ വേണ്ടുന്ന കാര്യമാണ് സ്വാധ്യായം നമുക്ക് ഉണ്ടാവണം. മുമ്പേ പറഞ്ഞതുപോലെ സത്സംഗം നമുക്ക് ഉണ്ടാവണം. ലളിതമായ ജീവിതം ഉണ്ടാവണം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലിവിങ് നമ്മുടെ ജീവിതത്തിന്റെ കോംപ്ലക്സിറ്റി കൂട്ടും, അതുപോലെ തന്നെ കോംപ്ലിക്കേഷനും കൂട്ടും. ഈ കോംപ്ലിക്കേഷനും കോംപ്ലക്സിറ്റിയും കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കാര്യമില്ലാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് പകരം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. അതാണ് ലളിത ജീവിതത്തിന്റെ പ്രാധാന്യം. ഓക്കെ. പിന്നെ താളാത്മകമായ ജീവിതക്രമം. നമ്മൾ ജീവിത താളം, പലതരം താളങ്ങളെ കുറിച്ച്, ജീവിതത്തിലെ പലതരം താളങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. താളാത്മകമായ ജീവിതക്രമം ഉണ്ടെന്ന് വെച്ചാൽ ശരീരത്തിന്റെ സർക്കാഡിയൻ റൃഥത്തെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് കൊണ്ടുപോകാൻ, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ താളാത്മകമായ ജീവിതക്രമം നമ്മുടെ ആരോഗ്യത്തെ കൃത്യമായിട്ട് നിലനിർത്തും. അതുപോലെ ആരോഗ്യം എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യം ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന, ശരീരത്തെ രൂപകൽപ്പന ചെയ്ത ജീവന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ ജീവന്റെ ആ ഒരു കടിഞ്ഞാൻ നിൽക്കുന്ന ഒരു ഇടമുണ്ട്, അതാണ് ശ്വാസം, പ്രാണൻ എന്ന് പറയുന്നത്. ആ ശ്വാസത്തെ നിയന്ത്രിക്കുന്നത് വഴി ആരോഗ്യത്തെ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പൊ ശ്വാസ നിയന്ത്രണം കൃത്യമായിട്ട് അറിയണം. പിന്നെ മനസ്സിനെ കാമാക്കി സൂക്ഷിക്കണം. അതിന് ഏറ്റവും നല്ലത് ധ്യാനമാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു നിരന്തര നിരീക്ഷണം നമുക്ക് ആവശ്യമാണ്. അതിന് സ്വയം പരിശോധന എന്ന് വഴി പറയുന്നത്. ഇതെല്ലാം വഴി നമുക്ക് ആരോഗ്യത്തിന്റെ സ്വാശ്രയത്വം നമുക്ക് നേടാൻ കഴിയും. അപ്പൊ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭയം കുറയും എന്നുള്ളതാണ്. അയ്യോ, അസുഖം വന്നാൽ എന്ത് ചെയ്യും, ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ ഞാൻ തട്ടിപ്പോകുമോ, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ മരണത്തെ ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നിനെ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഭയം കുറയും. അതുപോലെ തന്നെ ഭയമില്ലാതെ വരുന്ന സമയത്ത് വെറുതെ കയറി ആശ്രയിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അന്ധമായിട്ടുള്ള ആ ആശ്രയത്വം, അത് കുറയും. പ്രതിസന്ധികൾ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ജംഗ്ഷൻ വരുന്ന സമയത്ത് നമുക്കൊരു സ്റ്റേബിലിറ്റി വരും, പ്രതിസന്ധികൾ സ്ഥിരത ലഭിക്കും, നമ്മുടെ കോൺഫിഡൻസ് കൂടും, നല്ലപോലെ നമുക്കൊരു ആത്മവിശ്വാസം വരും. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആരോഗ്യ സ്വാശ്രയത്വം വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സുസ്ഥിരതയിലേക്ക് നയിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കാതെ നിങ്ങൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകമെമ്പാടുമുള്ള ആ ആരോഗ്യ പ്രസ്ഥാനമല്ല, അത് രോഗപ്രസ്ഥാനങ്ങളുടെ ജാലികയുണ്ടല്ലോ, ആ ജാലികയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കേണ്ടി വരും. നിങ്ങൾ അവിടേക്ക് എപ്പോഴും ഡിപ്പെൻഡഡ് ആവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കണമെങ്കിലുള്ള ആ ഒരു ധൈര്യം വരണമെങ്കിൽ ഇതൊന്നുമില്ലാതെ ആരോഗ്യബോധത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിനെയാണ് ആരോഗ്യ സ്വാശ്രയത്വം എന്ന് പറയുക. ആരോഗ്യ സ്വാശ്രയത്വം ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തി എന്നുള്ള രൂപത്തിൽ നമുക്ക് സുസ്ഥിരത ഉണ്ടാവും. അതൊരു കൂട്ടത്തിന്, എൻ്റെ ഒരു കുടുംബത്തിന് അത്തരം ഒരു ആരോഗ്യ ബോധമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യ സ്വാശ്രയത്വം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ എന്റെ കുടുംബത്തിന് സ്വാശ്രയത്വം ഉണ്ടായി. അതൊരു സമൂഹത്തിനാണെങ്കിൽ സമൂഹത്തിന് സ്വാശ്രയത്വം ഉണ്ടായി. ആ രീതിയിലേക്ക് സുസ്ഥിരതയിലേക്ക് നയിക്കാൻ ഈ ആരോഗ്യ സ്വാശ്രയത്വം നമ്മെ സഹായിക്കും. അങ്ങനെ ആരോഗ്യത്തെ സ്വാശ്രയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നവർക്കാണ് ജീവിതത്തെ സമഗ്രമായി രൂപകൽപ്പന ചെയ്യാൻ കഴിയുക. നമുക്കറിയാം, നമ്മളൊരു പുതിയ സുസ്ഥിര ജീവന ഗ്രാമം ഉണ്ടാക്കുമ്പോൾ, സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാക്കുമ്പോൾ അവിടെ ഏറ്റവും ആവശ്യം വേണ്ടത് ആരോഗ്യ സ്വാശ്രയത്വമാണ്. അപ്പോൾ അതിലേക്കുള്ള അറിവിലേക്ക്, ശീലനത്തിലേക്ക് നിങ്ങൾക്ക് ചെല്ലുവാൻ കഴിയുമാറാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.